നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ഈ ഘോഷയാത്ര തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാ ഏരിയയിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ടീമുകളെ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ വീഡിയോയും കവർ ചെയ്തുകൊണ്ടുള്ളൊരു വളരെ വിപുലമായിട്ടുള്ള രീതിയിലെടുത്തുള്ളൊരു വീഡിയോ ആണ്. ഇത് വേറെ ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. വൈകിട്ട് 3:30 മുതൽ രാത്രി 8 മണി വരെയുള്ള വിവിധ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ മനോഹര വീഡിയോ നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇവിടുന്ന് ഈ ചെറു ചെറു സംഘങ്ങളായി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാം റെഡിയാക്കാണ്. കാരണം കണ്ണനെയും ഗോപിമാരെയും ഒക്കെ ഒരിക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ അവസാനഘട്ട മിനുക്കുപണികളും ട്രയലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിൽ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ എത്ര മണിക്കൂർ മുമ്പാണ് ഇതിന് വന്നിരുന്ന് ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ അതിനോടൊപ്പം വന്നിരുന്ന് എല്ലാത്തിലും ഒപ്പം നിന്ന് ശരിക്കും ഓരോരോ കുടുംബങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എല്ലാവരും. കാരണം ഒരു വീട്ടിൽ നിന്നൊരു ചെറിയ ഉണ്ണി പങ്കെടുക്കണമെങ്കിൽ എന്തായാലും അവരെ വീട്ടുകാരെല്ലാവരും ഇതിന് കൂടെ ഒപ്പം ഉണ്ടാവും. അങ്ങനെ ശരിക്കും ഓരോ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഉത്സവമായിട്ടാണത് വരുന്നത്. ഈ ശോഭയാത്ര വലപ്പാട് ബീച്ച്, ശിവയോഗിനി മാത ബാലഗോകുലം അവിടെ നിന്ന് വരുന്നതാണ്. ഇത് കടലിനോട് ചേർന്നിട്ടുള്ളൊരു അമ്പലമാണ്. വലിയൊരു ജനപങ്കാളിത്തത്തിലുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണനും ഗോപിമാരും ഇഷ്ടംപോലെ അണിചേർന്നിട്ടുണ്ട്. ഇത് വളരെ നേരത്തെ തന്നെ ഇവിടെ ഓരോ പരിപാടികൾ തുടങ്ങിയിരുന്നു. ഇവിടെ എത്ര മനോഹരമായിട്ടാണ് അത് അവരൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഗോപിയും കണ്ണനെയും ഒക്കെ. നമുക്കറിയാം, ഈ ശോഭയാത്രയിലൊക്കെ മനോഹരമായ പാട്ട് വെച്ച് അതേപോലെ തന്നെ ഒട്ടനവധി ഈ നൃത്തത്തിൻ്റെ രംഗങ്ങൾക്ക് യോജിച്ച പാട്ടുകളൊക്കെ ഇട്ടിരുന്നവർ ഇത് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് അത്തരം ഓഡിയോകൾ ഇതിൽ കൊള്ളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചേർക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്ത് വയ്ക്കേണ്ടി വരും. കാരണം അത് യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത്തരം ഓഡിയോയുടെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ബാൻ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന പല വീഡിയോകൾക്കും ഇങ്ങനൊരു ഇതുണ്ട്. വലിയ വലിയ യൂട്യൂബർമാരൊക്കെ തോന്നുന്നു എനിക്ക് ഇത്തരം ഓഡിയോകളൊക്കെ ഇതിൻ്റെ പാട്ടുകളൊക്കെ അവർക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്, പർച്ചേസ് ചെയ്യാൻ പൈസ കൊടുത്തിട്ട്. നമ്മളൊന്നും അത്രയായിട്ടില്ലല്ലോ. തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ശോഭയാത്ര ടീമിനെയും ഇതിലൊരു പരിധി വരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വല്ലാണ്ട് ലോങ് ആവും എന്നുള്ള വീഡിയോ ആവും എന്നുള്ള കാരണമാണ് കുറേയൊക്കെ നമ്മൾ ഷോർട്ടാക്കി എടുത്തത്. ഇന്ന് 4 മണിക്ക് നാടിന്റെ നാനാഭാഗത്തു നിന്നും പ്രയാണം ആരംഭിച്ച് ചരിത്രത്തിന്റെ ഇടനാഴികളിൽ സുവർണ്ണ ലിപികളാൽ മധ്യരഥായം കൂടി കുട്ടിക്കുറിച്ചുകൊണ്ട് ശ്രീരാമദേവന്റെ ദിവ്യദർശനമേറ്റ് പുളകിതമായ തൃപ്രയാറിന്റെ നഗരവീതിയിൽ ഒട്ടലിൽ പരം ശോഭായാത്രകൾ സംഗമിച്ചുകൊണ്ട് 10,000-കണക്കിന് ഭക്തജനങ്ങളും 1000-കണക്കിന് അമ്പാടികളന്മാരും ഗോപികളാലും ആടിയും പാടിയും താമസിക്കുകയും ഇതാ തൃപ്രയാറത്തിന്റെ തിരുവടയിലേക്ക് ഗോകുലകണ്ണന്റെ തിരുവടയിലേക്ക് കടന്നു വരികയാണ്. ആത്മഭാരതത്തിന്റെ മാനവഹംസാര മൂല്യങ്ങൾ എത്തിച്ചെടുക്കാൻ ഒരു സമ്മാനിക്കുന്നതിന്റെ ജന്മദിനം സത്യത്തിനും നീതിക്കും ജന്മത്തിനും വേണ്ടി ജനങ്ങളിക്കവനം പാടിക്കൊള്ളും. സമപ്രായക്കാരായ കൂട്ടുകാരോട് ജാമനത്തിൽ കാലി വെച്ചുവെന്നവനം പാടിക്കൊള്ളും. കോലജലത്തെ കുടയാക്കി മാറ്റിയത് നമ്പാടിക്കൊള്ളും. അങ്ങനെ അമ്പാടിക്കണ്ണന്റെ നരിചങ്ങളുടെ കടലറിയുമ്പോൾ അമ്പാടിക്കണ്ണന്റെ ജന്മദിനത്തോടെ കൂട്ടമായി നാട്ടുകയിലെ രാജഗോകുലങ്ങൾ സംഘടിപ്പിച്ച ശോഭായാത്ര ഇന്നത്തെ വഴിക്കാറുകളിൽ 10,000 സ്നേഹകരമായ സത്യനിർഭരമായ ജീവിതങ്ങൾ ഏറ്റുവാങ്ങിയുകൊണ്ട് കടന്നു വരികയാണ്. ഒരു മനസ്സോട് തൊഴിൽകൈകളുമായി നിൽക്കുന്ന ഭക്തരുടെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ ആനുരൂപമായ കരുണാമയനായ തൃപ്രയാറത്തിന്റെ
അമ്പാടിക്കണ്ണന്മാരും ബോഡികളാരും ആടുകളും കാടുകളും കാലം ചവിട്ടുകളും കടന്നു വരികയാണ് പ്രയാണത്തിന്റെ മണ്ണിലേക്ക് മാനുഷ്യാമരണം കാഴ്ചവെക്കുന്ന ഒരു ഭ്രാന്തേ മലബീസായി കാലഘോഷിക്കണം മറ്റൊരു ഭാവമുണ്ട് രാജ്യത്തെ ചെറിയുടെ രാമായണവും ആദീകൾ മസീദിയും ആചാരത്തിന്റെ മാനവ സംസ്കാര മൂല്യങ്ങൾ ഉയർത്തിക്കാൻ ഭഗവത്ഗീതയുടെ സന്ദേശങ്ങൾ വിശ്വമാനവികതയുടെ ചക്രവാളങ്ങളിലേക്ക് കൊടുത്ത അമ്പാടിക്കണ്ണിന്റെ ജന്മദിനത്തോടെ Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama. ഈ അമ്പലം റോഡ് തിങ്ങി നിറഞ്ഞിട്ട് എത്രയോ സമയം തിങ്ങി നിറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. കാരണം ഓരോ നാമജപങ്ങൾ ജപിച്ചും ഘോഷയാത്രയിലെ പാട്ടും അതേപോലെ തന്നെ സംഘം ചേർന്നുള്ള നൃത്തവും അതൊക്കെ ആയിട്ട് എന്താ പറയുക 1-2 മണിക്കൂർ ശരിക്കും ഇവിടെ ആഘോഷിക്കുന്നതായിരുന്നു. ഇത്രയാകുമ്പോൾ കാണാൻ സൗന്ദര്യം നൽകുന്ന ഒട്ടനവധി കലാരൂപങ്ങളും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. അത് ശരിക്കും രാത്രി തന്നെ കാണേണ്ടത്. നമുക്ക് പങ്കെടുത്തവർക്കൊന്നും ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം അത്രയധികം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം.